ബഡീസ്, അപ്പോൾ നമുക്ക് ബ്രൊക്കോളി കൊണ്ട് ഒരു ഡിഷ് കണ്ടാലോ? അപ്പോൾ ബ്രൊക്കോളി ഞാൻ ആദ്യമായിട്ട് കാണുന്നു വന്നിട്ട് ഈ കൊറോണ സമയത്താട്ടോ. കൊറോണ വരുന്നതായിരിക്കും ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല. എനിക്കിത് ഇന്ത്യയിൽ ഉണ്ടെന്ന് തന്നെ അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ പിന്നെ അത് വെച്ച് പരീക്ഷണമായി കാര്യങ്ങളായി അങ്ങനെയുള്ളത് കണ്ടുപിടിച്ചൊരു ഡിഷാട്ടോ ഇത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഇങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് ഞാൻ ബ്രൊക്കോളി പകുതി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ചൂടുവെള്ളത്തിലിട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുക്കുക ചൂട് പോയതിന് ശേഷം. പിന്നെ നമുക്കിവിടെ വേണ്ടത് ഒരു അര സവോളയാണ്. അര സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ ഇത് ഭയങ്കര ചെറുതായിരുന്നു, അപ്പോൾ അര സവോള അതിന് വേണ്ടോ, അത് കാരണമാണ് ഞാൻ അര സവോള എടുത്തത്. നിങ്ങൾക്ക് വലിയ ബ്രൊക്കോളി നിങ്ങൾ 2-3 പേർക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര സവോള അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ എണ്ണ ഒഴിച്ചിട്ട് ഒരു തുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ ഞാൻ ഇട്ടത്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് വേണം എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടാം, ഞാൻ വീഡിയോ ഇടാം അതിൻ്റെ. പിന്നെ അര സവോള ഇട്ട് നന്നായിട്ട് വാടി വരണം കേട്ടോ. ഒരുവിധം വാടി വന്ന് കഴിയുമ്പോൾ നമ്മൾ വന്നിട്ട് കുരുമുളക് പൊടി, ഇത് ഞാൻ വീട്ടിൽ അരച്ച് തന്നെയാണ്. പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വാടി വരണം. വാടി വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ച ബ്രൊക്കോളി അതിലേക്ക് ഇടാം. അത് കഴിഞ്ഞിട്ട് അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് എന്തെങ്കിലും മൂടി വെച്ച് കുറച്ച് വേവിച്ചെടുക്കുക. അതൊന്ന് മിക്സായിട്ട് നന്നൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ വേവിച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ ആ സാധനം തുറന്ന് കഴിഞ്ഞിട്ട് നമുക്കതിൽ പിന്നെ നമ്മൾ ഒരു തുണ്ട് ഗരം മസാല ഇടുന്നുണ്ട്, വളരെ തുണ്ട് ഗരം മസാല. പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി. എൻ്റെ മുളക് പൊടി ഭയങ്കര എരിവുള്ളതാണ്, ഞാൻ വീട്ടിലുണ്ടാക്കിയ മുളക് പൊടിയാണ്, അതുകൊണ്ട് നല്ല എരിവുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മുട്ട വെട്ടി ഒഴിക്കുന്നുണ്ട്. നിങ്ങൾ വെജിറ്റേറിയൻസ് ആണ്, മുട്ട കഴിക്കാത്ത ആൾക്കാരാണെന്നൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് തേങ്ങ ഇടാം കേട്ടോ. തേങ്ങ ചിരവിയിട്ട് ഇടാം, അതും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ മുട്ട ഇടുന്ന അത്ര ടേസ്റ്റ് അതിന് കിട്ടില്ല. മുട്ടയാണ് ബെസ്റ്റ് ഓപ്ഷൻ. അത് കഴിഞ്ഞ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം.